കേരളമൊട്ടാകെ ആഞ്ഞ് വീശുന്ന തുഫാന്റെ പ്രചരണവുമായിട്ടാണ് ഞാനിവിടെ വന്നത്. കേരളത്തിലെ പുതിയ തലമുറയെ രക്ഷിക്കാനുള്ള സംസ്ഥാനത്തെ UDF ഗവൺമെന്റിന്റെ ഏറ്റവും വലിയൊരു പരിപാടിയാണിത്. ഈ പരിപാടിയിൽ എല്ലാവരെയും പങ്കാളികളാകണം. ഇന്ന് സംസ്ഥയുടെ പരമാധ്യക്ഷൻ ശ്രീ ജിഫ്രിൽ തങ്ങളെ കണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ തുഫാൻ വാരിയറായി അദ്ദേഹത്തിന് ബാഡ്ജ് നൽകിയിരിക്കുകയാണ്. ഇതുപോലെ പ്രധാനപ്പെട്ട എല്ലാവരെയും തുഫാൻ വാരിയേഴ്സായി മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. വരും ദിവസങ്ങളിൽ മയക്കുമരുന്നിനെതിരായും ലഹരിക്കെതിരായും ഏറ്റവും വലിയ പോരാട്ടം ഞങ്ങൾ നടത്തുകയാണ്. ഇതിന് എല്ലാവരുടെയും സഹായം ഉണ്ടാകണം. കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിലെ ഈ വലിയ പുഴുക്കുത്തിനെ നേരിടാൻ രാഷ്ട്രീയത്തിനും മറ്റ് ചിന്തകൾക്കും അതീതമായി കേരളം ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. 26-ാം തീയതി കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും MLA-മാരുടെ നേതൃത്വത്തിൽ MP-മാരുടെ നേതൃത്വത്തിൽ ഓരോ വിദ്യാലയങ്ങളിലും ഈ തുഫാന്റെ വൻ പരിപാടി നടക്കുകയാണ്. 26-ാം തീയതിയുടെ പ്രത്യേകത ലോക ഡ്രഗ്സ് വിരുദ്ധ ദിനമാണ്. അത് കേരളമൊട്ടാകെ ഇത്തവണ വലിയ പരിപാടി എല്ലാ സ്കൂളിലും ഉണ്ടാകും. എല്ലാ സ്കൂളിലും തൂഫാൻ പതാക ഉയർത്തും. എല്ലാ സ്ഥലങ്ങളിലും പ്രതിജ്ഞ ഉണ്ടാകും. ഒരു സ്ഥലങ്ങളിൽ MP, MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മെമ്പർമാർ, പഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ എല്ലാവരും ഏതെങ്കിലും ഒരു സ്കൂളിൽ പങ്കെടുപ്പിക്കത്തക്ക നിലയിലാണ് സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീനും ഞാനും മറ്റ് മന്ത്രിമാരും എറണാകുളത്തെ പരിപാടിയിലാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ ഇതൊരു ജനകീയ മുന്നേറ്റമായി മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇപ്പോൾ തന്നെ ഏതാണ്ട് 15 കോടിയോളം അടുത്ത തുക വരുന്ന ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും മയക്കുമരുന്നും പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തുഫാൻ വലിയ തോതിലുള്ള ജനപ്രിയ പദ്ധതിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. വൻ വിജയമാണിത്. എല്ലാവരുടെയും സഹായം ഞാൻ അഭ്യർത്ഥിക്കും. ഈ ബജറ്റിൽ ഇപ്പോൾ 10 കോടി മാറ്റിവെച്ചിട്ടുണ്ട്. അതെ. അപ്പോൾ അതൊരു സർക്കാർ പുതിയ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു സൂചന കൂടിയാണോ? അതെ, തീർച്ചയായിട്ടും. ഇത് കണ്ടെത്താൻ എല്ലാ ജില്ലകളിലും പരിപാടികളും ബോധവൽക്കരണ ക്യാമ്പുകളും. ഇത് 3 ഘട്ടമാണ്. ഒന്ന്, തുഫാൻ സ്ട്രൈക്സ്. പോലീസ് എല്ലായിടത്തും വ്യാപകമായ സെർച്ച്, സീസർ എന്നിവയെല്ലാം നടക്കും. രണ്ടാമത്തെ തുഫാൻ വാരിയർ. നമ്മളെല്ലാവരും തുഫാൻ വാരിയറായി മാറണം. ഇതിനെതിരായിട്ടുള്ള പോരാട്ടത്തിലെ പോരാളികളായി മാറണം. മൂന്നാമത്തേത് തുഫാൻ കെയർ. ഇത് ബാധിച്ചിട്ടുള്ള ആളുകളെ അവരെ ചികിത്സിച്ച് ഭേദമാക്കുന്ന ഒരു പദ്ധതി കൂടി ഞങ്ങൾ ഇടുന്നുണ്ട്. അതിന് ധാരാളം സമൂഹത്തിൽ ഇപ്പം ധാരാളം സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. മതസംഘടനകൾ, സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ, സാംസ്കാരിക സംഘടനകൾ അവരെല്ലാം കൂട്ടി തുഫാൻ കെയർ, ഇങ്ങനെ 3 പദ്ധതിയാണ് നിലവിലുള്ളത്. ഇത് കഴിഞ്ഞാൽ ഇതിപ്പം ഈ മയക്കുമരുന്ന് കച്ചവടക്കാർ വിചാരിച്ചിരിക്കുന്നത് ഇതൊരു ആരംഭശൂരത്വമാണ്, നാളെ അങ്ങ് നിന്ന് കളയും. അപ്പം അവരൊക്കെ പതുങ്ങിയിരിക്കുകയാണ്. ഒരു കാരണവശാലും ഇത് അവസാനിപ്പിക്കുന്ന പ്രശ്നമില്ല. കേരള പോലീസ് അതിശക്തമായി ഈ മയക്കുമരുന്നിന്റെ മരണത്തിന്റെ വ്യാപാരികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നത് വരെ പൂർണ്ണമായും കേരളത്തെ ഡ്രഗ്സ് വിമുക്തമാക്കുന്നവരെ ഈ പോരാട്ടം തുടരും. ഇല്ല, ആയിട്ടില്ല. 17 ദിവസമേ ആയിട്ടുള്ളല്ലോ. അത് നടക്കുക. ഇന്നിപ്പോ ഇത് പെൺകുട്ടീനെ വിചാരണ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഹരി പിടിച്ചില്ലെന്നാണ് പോലീസ് പറയുന്നത്. അപ്പൊ ഈ തൂഫാൻ എന്ന് പറയുന്നത് ആൾക്കൂട്ട വിചാരണയ്ക്ക് അതുപോലെ തന്നെ ഒരിക്കലുമല്ല. അതൊന്നുമല്ല. എന്തെങ്കിലും ഇങ്ങനെങ്കിൽ എവിടെ ഞാൻ പ്രത്യേകം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒരു തരത്തിലും നിരപരാധികളായ ആളുകളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത്. പക്ഷേ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുകയും വിൽക്കുകയും ചെയ്യുന്നവരെ കർക്കശമായി തന്നെ നേരിടും. അതുപോലെ തന്നെ പോലീസിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടാക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ പർട്ടിക്കുലർ കേസ് ഞാൻ പരിശോധിക്കാം. അതെ, ഞാൻ പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞിട്ട് എവിടെങ്കിലും കേരളത്തിൽ ഒരിടത്തും ഉണ്ടായില്ല. ഒരു മിനിറ്റ്, കേരളത്തിൽ ഒരിടത്തും ഉണ്ടായില്ല. ഈ കുറ്റ്യാടിയിലാണ് ഈ സംഭവം ഉണ്ടായത്. അത് പരിശോധിക്കാം. അതിന്റെ പേരിൽ തുഫാനല്ല ഇങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്. അത് നമ്മുടെ സാമൂഹ്യമായ ഒരു മുന്നേറ്റത്തിന് വിഘാതം ഉണ്ടാക്കും. ഈ പർട്ടിക്കുലർ ഞാൻ പറഞ്ഞല്ലോ, ഈ പർട്ടിക്കുലർ സംഭവത്തെ പറ്റി അന്വേഷിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.